CPI സംസ്ഥാന കൗൺസിലിൽ നിന്നും ഒഴിവാക്കിയതിനെ തുടർന്ന് സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് അതൃപ്തനായി ഇറങ്ങി AITUC തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി മീനാങ്കൽ കുമാർ. സംസ്ഥാന നേതൃത്വം തൊഴിലാളി പാർട്ടിയിൽ നിന്നും തൊഴിലാളി മേഖലയെ പ്രതിനിധീകരിക്കുന്നവരെ ഒഴിവാക്കുകയാണെന്ന് മീനാങ്കൽ കുമാർ കുറ്റപ്പെടുത്തുന്നു. ആലപ്പുഴയിൽ നിന്ന് സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 25ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ നടന്നു വരുന്ന CPIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ അതൃപ്തിയുടെ പേരിൽ സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും സംസ്ഥാന കൗൺസിൽ അംഗമായ മീനാങ്കൽ കുമാർ ഇറങ്ങിപ്പോന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ സംസ്ഥാന കൗൺസിലിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു സാഹചര്യം വന്നതോടെയാണ് ആ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് സമ്മേളന നഗരിയിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹത്തോടെ തന്നെ ചോദിക്കാം, സമ്മേളനത്തിൽ ഏത് രീതിയിലുള്ള ഒരു പുതിയ കൗൺസിൽ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്? അത് കൃത്യമായാണോ? എന്താണ് അതൃപ്തി ഉണ്ടാവാൻ കാരണം? താങ്കൾ സജീവമായി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് താഴെ തട്ടിൽ നിന്നും ഉയർന്നു വന്ന് എന്നാൽ ഒരു പാർട്ടി കുടുംബത്തിൽ നിന്ന് തന്നെ വന്ന ഒരാളാണ്. താങ്കൾ വർഷങ്ങളായി 8 വർഷത്തോളമായി AITUCയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. ഈ രീതിയിലെല്ലാം തുടരുമ്പോൾ അത്തരം ഒരാൾ ദേശീയ കൗൺസിൽ അംഗം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ എന്താണ് അതിന് നൽകുന്ന പരിഗണന? എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ 2 ടേം മാത്രം പൂർത്തിയായ ഒരാളാണ്. സംസ്ഥാന കൗൺസിൽ കഴിഞ്ഞ 35 വർഷക്കാലമായി പാർട്ടി അംഗമാണ്. 1990-ലാണ് ഞാൻ പാർട്ടിയിലേക്ക് വന്നത്. പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റിയുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയായി, ബ്രാഞ്ച് സെക്രട്ടറിയായി, ലോക്കൽ കമ്മിറ്റിയുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയായി, ലോക്കൽ സെക്രട്ടറിയായി ചുരുങ്ങിയ നാളുകളിലും, പാർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയായി, എല്ലാ ഘടകത്തിലും ഭാരവാഹിയായിരുന്നില്ല. പാർട്ടി മണ്ഡലം സെക്രട്ടറിയായി 2005 തെരഞ്ഞെടുപ്പ് കാലത്ത് ചെറിയ കാലയളവിലും, പിന്നീട് 25 വർഷക്കാലമായി പാർട്ടി ജില്ലാ കൗൺസിൽ അംഗമായും, 15 വർഷക്കാലമായി പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായും, ഇതിനിടയിൽ ഒരു ടേമിൽ പാർട്ടി ജില്ലാ ട്രഷററായും തലസ്ഥാന ജില്ലയിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തലസ്ഥാന ജില്ലയിലെ വിദ്യാർത്ഥി യുവജന സമരമുഖത്ത്, തൊഴിലാളി സമരമുഖത്ത് കഴിഞ്ഞ 25 വർഷക്കാലത്തിലധികമായി സജീവ നേതൃത്വമായി, സജീവ സംഘാടകനായി, സജീവ പ്രവർത്തകനായി നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ ഈ സമയം വരെയും. അപ്പോൾ ഞാൻ ഒഴിവാക്കപ്പെട്ടതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ മറുപടി പറയേണ്ടത് പാർട്ടി നേതൃത്വമാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ പാർട്ടി തിരുവനന്തപുരം ജില്ലയുടെ ചുമതലയുള്ള പാർട്ടി നേതൃത്വത്തിലുള്ള സഖാവോ നേതാവോ ആണ്. ഇപ്പോൾ ഞാനിപ്പോൾ ആര്യനാട് പഞ്ചായത്തിലെ മീനാങ്കൽ എന്ന് പറയുന്ന ചെറിയ ഒരു പ്രദേശത്ത്, ഒരു കുഗ്രാമത്തിൽ, ഒരു മലയോര പിന്നോക്ക ഗ്രാമത്തിൽ നിന്നാണ്, പാവപ്പെട്ട തൊഴിലാളികളുടെ ഇടയിൽ നിന്നാണ്, സാധാരണക്കാരുടെ ഇടയിൽ നിന്നാണ്, സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് ഞാൻ ഒഴിവാക്കിയതിലുള്ള അതിർത്തി കൃത്യമായി അവരെ ബോധിപ്പിച്ചുകൊണ്ട് തന്നെയാണോ ഇറങ്ങിപ്പോകുന്നത്? തീർച്ചയായും ഞാൻ ബന്ധപ്പെട്ട ആളുകളോട് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, പല സന്ദർഭങ്ങളിലും എന്നെ അവഗണിച്ച സന്ദർഭം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും അറിയിച്ചിട്ടുണ്ട്, ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതിർത്തി പറഞ്ഞിട്ടുണ്ട്, പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അവരാണ് തീർച്ചയായും ആ മറുപടി. പിന്നിലൊരു വിഭാഗീയതയുടെ കാരണമുണ്ടോ ഒഴിവാക്കുന്നതിന്? അപ്പോൾ അതിനെല്ലാം സംബന്ധിച്ച് തീർച്ചയായും പാർട്ടി നേതൃത്വം എന്ത് പറയുന്നു നോക്കി അതിനു ശേഷം, ഇപ്പോൾ ആലപ്പുഴയിൽ മാത്രമല്ല, ഞാൻ തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. ഇവിടെ പറയുന്നതിനപ്പുറം കുറച്ച് കൂടുതൽ പറയേണ്ടി വന്നാൽ ഞാൻ പറയും. വളരെ നിലപാട് കൃത്യമായി പറയുകയും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും, തീർച്ചയായും ഇന്ന് സംസ്ഥാന കൗൺസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് കൊണ്ട് ഇവിടെ ഇപ്പോൾ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് പുറകോട്ട് പോകാനോ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം നിന്ന് പുറകോട്ട് പോകാനോ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ പൊതുരംഗത്തുണ്ടാകും, പാവപ്പെട്ട തൊഴിലാളികളുടെ ഇടയിലുണ്ടാകും, ജനങ്ങളുടെ ഇടയിലുണ്ടാകും. 2 ലക്ഷത്തോളം വരുന്ന 100 യൂണിയനുകൾ ഉൾപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ AITUCയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. ദേശീയ കൗൺസിൽ അംഗമാണ്. പ്രസിഡന്റിനെ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗ പാർട്ടിയാണ്. തൊഴിലാളി വർഗമാണ് അതിൻ്റെ അടിത്തറ, അതിൻ്റെ നട്ടല്ല. തീർച്ചയായും ആ വിഭാഗത്തെ, തൊഴിലാളി മേഖലയെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് തൊഴിലാളി നേതൃത്വത്തെ, തൊഴിലാളികളോടൊപ്പം നിൽക്കുന്ന, സജീവമായി സദാസമയവും തൊഴിലാളി വിഷയങ്ങൾ പരിഹരിക്കാൻ നിൽക്കുന്ന അതിൻ്റെ 2 പ്രധാനപ്പെട്ട ഭാരവാഹികളെ ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കുക എന്നതിനെ സംബന്ധിച്ച്, ഒഴിവാക്കുമ്പോൾ തൊഴിലാളി വർഗത്തെ കൂടി അവഗണിക്കുകയാണ്. അതിൻ്റെ കരുത്ത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്ത്, അതിൻ്റെ നട്ടല് തൊഴിലാളി വർഗ തരത്തിൽ ഇപ്പോൾ ഈ സമ്മേളനത്തിലെല്ലാം തന്നെ ചർച്ചയിലും മറ്റും ഉയർന്നു വന്നത് കാർഷിക മേഖലയിലെ കർഷക തൊഴിലാളികൾ അവഗണന നേരിടുന്നു. അതേ സാഹചര്യത്തിൽ തന്നെ ഭക്ഷ്യവകുപ്പുമായിട്ട് നോക്കുമ്പോൾ സിവിൽ സപ്ലൈസിലെയും മറ്റും ജീവനക്കാർ അവഗണന നേരിടുന്നു. അത്തരം ഒരു സമീപനത്തിൽ മാറ്റം കൊണ്ടുവരില്ലേ? ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരാനും ഈ സർക്കാരിന് കഴിയാത്തപ്പം അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണോ സംസ്ഥാന കൗൺസിൽ തിരഞ്ഞെടുപ്പും മാറുന്നത്? അതെല്ലാം പാർട്ടി സമ്മേളനം ആകുമ്പോൾ തീർച്ചയായും നേട്ടങ്ങളെ സംബന്ധിച്ചും കോട്ടങ്ങളെ സംബന്ധിച്ചെല്ലാം ചർച്ച ചെയ്യപ്പെടും. അതിനാവശ്യമായ തിരുത്തലുകളും മാറ്റങ്ങളും വരുത്തി
മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പാർട്ടി രീതി. അപ്പോൾ അതിനെ സംബന്ധിച്ചെല്ലാം അതിൻ്റെ ആഴത്തിൽ കാര്യങ്ങൾ പറയുകയും മറുപടി പറയാൻ അതെല്ലാം ഉയർന്ന നേതൃത്വമാണ് പറയേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അത്തരം തൊഴിലാളി മേഖലയിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ഉയർന്നു വന്ന പരിഹരിക്കപ്പെടാൻ കഴിയാത്ത ഒരുപാട് വിഷയങ്ങൾ തൊഴിലാളി മേഖലയിലുണ്ട്. 16 മാസക്കാലമായി കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശികയാണ്, ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ കുടിശ്ശികയാണ്, കർഷക ക്ഷേമ ബോർഡ് കഴിഞ്ഞ ഗവൺമെൻറ് പ്രഖ്യാപിക്കപ്പെട്ടത് അത് യാഥാർത്ഥ്യമായിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതെല്ലാം പാർട്ടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നതുകൊണ്ടാണോ ആ മേഖലയിൽ നിന്നുള്ളവർ ഒഴിവാക്കപ്പെടുന്നത്? അത് തീർച്ചയായും എന്താണ് ഒഴിവാക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു മറുപടി പാർട്ടിയുടെ നേതൃത്വം പറയട്ടെ. പാർട്ടിയുടെ നേതൃത്വം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അങ്ങനെ പറയേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായും ഞാനും ആ കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്കും പറയാനുണ്ട്. ഞാനും അതൃപ്തിയോടാണേലും പാർട്ടിയിൽ തുടരാൻ തന്നെയാണ് തീരുമാനം. അതെ അതെ, അതൃപ്തിയുള്ള ആളുകളും അതൃപ്തരായ ആളുകളും അല്ലാത്തവരും എല്ലാം കൂടി ചേരുന്നതാണല്ലോ ഈ പാർട്ടി. നേതാക്കളുമായിട്ട് ഇത് വിഷയം ചർച്ച ചെയ്തു. അല്ല, പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ചും പാർട്ടി ഘടകങ്ങളിൽ ഞാനിപ്പോൾ എൻ്റെ പാർട്ടി ഘടകത്തിൽ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി പറഞ്ഞിട്ടാണല്ലോ വന്നത്. അപ്പോൾ പാർട്ടി ഘടകത്തിൽ പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗങ്ങളുടെ യോഗത്തിൽ പറയാൻ കഴിയുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട്. ഇവിടെ പറയാൻ കഴിയുന്നത് ഇവിടെ പറയും, പുറത്ത് പറയാൻ കഴിയുന്നത് പുറത്ത് പറയും. ഇപ്പോൾ മാധ്യമങ്ങൾ കൂടി ചേരുന്നതാണല്ലോ ജനാധിപത്യത്തിൻ്റെ പ്രക്രിയയുടെ ഒരു പൂർണ്ണമായ രൂപം. അപ്പോൾ അതുകൊണ്ട് മാധ്യമവും ഇതിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയാൻ കഴിയുന്നതിനൊരു ലിമിറ്റേഷനുണ്ട്. അതിവിടെ പറയാൻ കഴിയുന്ന ഇവിടെ പറയും, വീണ്ടും പറയേണ്ടതുണ്ടെങ്കിൽ വീണ്ടും പറയും. പാർട്ടി സമീപനങ്ങളിൽ മാറ്റം ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ തുറന്നു പറച്ചിലുകൾ ഉണ്ടാവും. തീർച്ചയായും ഉണ്ടാകും, തീർച്ചയായും ഉണ്ടാകും. എന്തു തന്നെയായാലും സംസ്ഥാന സമ്മേളനത്തിൽ കടുത്ത അതൃപ്തി അറിയിച്ചുകൊണ്ട് തന്നെയാണ് ആ സമ്മേളന നഗരിയിൽ നിന്നും ഇറങ്ങിപ്പോരുന്നത്. അതിൽ മാറ്റം ഉണ്ടാവുന്നില്ല, ഈ സമീപനങ്ങളിൽ മാറ്റം ഉണ്ടാവുന്നില്ലെങ്കിൽ തുടർന്നും ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകും, തുറന്നു പറച്ചിലുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ തൊഴിലാളി മേഖലയെ പ്രതികരിക്കുന്നവരെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നും AITUC ജില്ലാ ജനറൽ സെക്രട്ടറിയെയും ജില്ലാ പ്രസിഡന്റിനെയും സംസ്ഥാന കൗൺസിലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും.